നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ ഫ്രാൻസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കരുത്തരായ നെതർലൻഡ്സ് ആണ് ഫ്രാൻസിന്റെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. RB ലീപ്സിഗിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. കഴിഞ്ഞ ഓസ്ട്രിയക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് ഫ്രാൻസ് ഈ ഒരു മത്സരത്തിന് വരുന്നത്. അന്ന് ഓസ്ട്രിയൻ താരത്തിന്റെ സെൽഫ് ഗോളാണ് ഫ്രാൻസിന് വിജയം സമ്മാനിച്ചിരുന്നത്. പക്ഷെ അവരുടെ ക്യാപ്റ്റനായ കിലിയൻ എംബപ്പയ്ക്ക് ആ മത്സരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ മൂക്ക് തകരുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോളണ്ടിനെതിരെയുള്ള ഈ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം കിലിയൻ എംബപ്പെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഒരു പ്രൊട്ടക്റ്റീവ് മാസ്ക് ധരിച്ചുകൊണ്ടാണ് കിലിയൻ എംബപ്പെ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. 25-കാരനായ ഈ താരത്തിന്റെ മാസ്കിന്റെ ചിത്രങ്ങളൊക്കെ വലിയ രൂപത്തിൽ വൈറലായിരുന്നു. കാരണം ഫ്രഞ്ച് ദേശീയ ടീമിന്റെ ഒരു പതാകയുടെ കളറായിരുന്നു, ആ ഒരു നാഷണൽ കളറായിരുന്നു അതിന്റെ നിറമായി കൊണ്ട് ഉണ്ടായിരുന്നത്. 3 കളറുകൾ ഉൾപ്പെട്ട ഒരു മാസ്ക് ആയിരുന്നു കിലിയൻ എംബപ്പെ ധരിച്ചിരുന്നത്. പക്ഷെ ഈ മാസ്ക് കളത്തിൽ ഉപയോഗിക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് പെർമിറ്റ് ഇല്ല എന്നതാണ്. ഈ മാസ്ക് ധരിക്കാനുള്ള അനുമതി, അല്ലെങ്കിൽ ഈ മാസ്ക് ധരിച്ചുകൊണ്ട് കളിക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിയില്ല. അതിന്റെ കാരണം യുവേഫയുടെ നിയമം തന്നെയാണ്. അവരുടെ ആർട്ടിക്കിൾ 42 പ്രകാരം ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ധരിക്കേണ്ടത് തീർച്ചയായും സിംഗിൾ കളറിലുള്ള ഒന്നായിരിക്കണം. അതുപോലെ തന്നെ ടീമിന്റെയോ മാനുഫാക്ചറിന്റെയോ ഐഡന്റിഫൈ ചെയ്യുന്ന യാതൊന്നും തന്നെ അതിൽ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എംബപ്പയുടെ ഇപ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്ന മാസ്ക് എന്നുള്ളത് ടീമിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. 3 കളറുകൾ അതിലുണ്ട് എന്നതാണ്. അത് ധരിക്കാൻ അദ്ദേഹത്തിന് അനുമതിയില്ല. മറിച്ച് സിംഗിൾ കളറിലുള്ള ഒരു മാസ്ക് ആണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അത് ധരിച്ചുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാം എന്നതാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ എംബപ്പെ കളിക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എംബപ്പെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒലിവർ ജിറൂദ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.